അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ്, അതേപോലെ പ്യൂണിറ്റീവ് ടാരിഫ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായിരുന്നത് ചൈനയ്ക്കാണ്. കാരണം ചൈനയുടെ അജണ്ടയായിരുന്നു ഇന്ത്യയുടെ എക്കോണമി, കാരണം വളർച്ച അതെങ്ങനെയെങ്കിലും പല രീതിയിലും തകർക്കുക എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഈ സെമി കണ്ടക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു, അതേപോലെ തന്നെ പല ഈ മൊബൈൽ ഐഫോണിൻ്റെ ആൻഡ്രോയിഡിൻ്റെ ഒക്കെ ബന്ധപ്പെട്ടു പല ചൈനീസ് കമ്പനികൾ അവിടെ ജോലിക്കാർ ഇന്ത്യയിൽ വന്നാണ് ഇന്ത്യക്കാരെ ട്രെയിൻ ചെയ്തത്. പെട്ടെന്ന് അവർക്ക് ഈ ഗെയിം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഈ കോവിഡിന് ശേഷം ഉണ്ടായ സംഭവത്തിന് ശേഷമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ മൊബൈൽ കയറ്റുമതി ചെയ്ത രാജ്യമായിട്ട് മാറിയത്. ചൈനയിലും പലതും ഉണ്ടാക്കും, ഇന്ത്യയിലും അത് അസംബിൾ ചെയ്യുന്നു. ഈ സംഭവങ്ങളൊക്കെയാണ് ഇന്ത്യയിലുള്ളത്. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ചൈന ചെയ്യുന്നു, ബാക്കിയുള്ളതൊക്കെ ഇന്ത്യ ചെയ്യുന്നു. പക്ഷെ ചൈനയുടെയാണ് ജോലി പോയത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ചൈനീസ് ഇന്ത്യക്കാരെ ട്രെയിൻ ചെയ്യാൻ ചെന്നൈയിലും ഡൽഹിയിലും നോയിഡയിലൊക്കെ വന്നിരുന്ന ഫാക്ടറികൾ അവരെ പെട്ടെന്ന് അവരങ്ങ് തിരിച്ചു വിളിച്ചു. ഏകദേശം 1800 പേരെയോളമാണ് ഈ താരിഫുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് അവർ തിരിച്ചു വിളിക്കുന്നത്. അതേപോലെ തന്നെ മറ്റുള്ള ഇലക്ട്രോണിക്സ് സംഭവങ്ങൾ, കാറിൻ്റെ സ്പെയർ പാർട്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഫാർമ സെക്ടറിലും നമ്മുടെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ചൈന. ഇന്ത്യ അമേരിക്കൻ ജനറിക് മെഡിസിനിൽ 40% ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. അമേരിക്ക ചൈനയ്ക്കെതിരെ 100% ടാരിഫ് ഏർപ്പെടുത്തി. ചൈന അതിന് റിട്ടാലിയേറ്ററി ആയിട്ട് അമേരിക്കൻ ഷിപ്സ് വരുന്നതിന് ഇത്ര ഫീസ് അവരും ഏർപ്പെടുത്തി. അപ്പോൾ ടാരിഫ് അല്ലേ, അമേരിക്കൻ ഷിപ്സ് ചൈനീസ് പോർട്ടുകളിൽ വരുന്നതിന് ഇത്ര ശതമാനം അവരുടെ ടാരിഫ് ഇത്ര ഫീസ് ഏർപ്പെടുത്തി. ഇപ്പം നമുക്ക് ഏകദേശം 58% അമേരിക്കൻ ടാരിഫുണ്ട്. അതായത് ഏകദേശം 24% റെസിപ്രോക്കൽ ടാരിഫും ബാക്കിയുള്ളത് 25% പ്യൂണിറ്റീവ് ടാരിഫ് എല്ലാം കൂടെ ചേർത്ത്, ബാക്കി ടാക്സും എല്ലാം കൂടെ ചേർത്ത് 58% ഉണ്ട്. പക്ഷേ ഇപ്പോൾ അമേരിക്ക ചൈനയുടെ മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ടാരിഫ് 100%, ഇത് ഫർദറായിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ, കാരണം പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അമേരിക്ക ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചൈനയുമായിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. കാരണം അമേരിക്കൻ എക്കോണമിയെ ബാധിക്കുന്ന, അമേരിക്കൻ ഡിഫൻസിനെയും ബാധിക്കുന്നൊരു സംഭവമാണ് ചൈനയായിട്ട് ഇപ്പം അവർ തർക്കത്തിലുള്ളത്. അതായത് നേരത്തെ ഇവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, റെയർ എർത്ത് മിനറൽസ്, അതായത് സ്ട്രോങ് മാഗ്നറ്റ് പല രീതിയിലുണ്ട്. അപ്പം അതിൻ്റെ ഡ്യുവൽ യൂസാണ്. ഒന്നാമത് ഈ സിവിലിയൻ പർപ്പസിനുള്ള യൂസ് ഉണ്ട്, അതേപോലെ തന്നെ ഡിഫൻസ് പർപ്പസിൻ്റെ യൂസ്. ഇപ്പം സിവിലിയൻ പർപ്പസിൻ്റെ യൂസ് മാത്രമേ അമേരിക്ക ചെയ്യാൻ നേരത്തെ പറഞ്ഞില്ല. ഇപ്പം ചൈന അത് കടുപ്പിച്ചിട്ട് പറഞ്ഞു, അത് അവർ കൊടുക്കുന്ന റെയർ എർത്ത് മെറ്റൽസ് മനസ്സിലാക്കുക. ലോകത്തിലെ റെയർ എർത്ത് മെറ്റൽസിൻ്റെ 60-70% മാനുഫാക്ചറിങ് ചൈനയാണ് ചെയ്യുന്നത്. അമേരിക്ക കഴിഞ്ഞ 70 വർഷമായിട്ട് നിർത്തിവെച്ചേക്കുമായിരുന്നു. ഈ 3-4 മാസം മുമ്പ് അവരും ഈ റെയർ എർത്തിൻ്റെ മൈനിങ്ങും മാനുഫാക്ചറിങ്ങും അവർ തുടങ്ങി. കാരണം ചൈന ഇനിയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന സാഹചര്യത്തിൽ. ഈ ഒരു സന്ദർഭത്തിലാണ് ഈ പെട്ടെന്ന് ചൈന പറഞ്ഞു ഡിഫൻസ് യൂസിന് പറ്റത്തില്ല, എയർക്രാഫ്റ്റിന് പറ്റത്തില്ല, അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ബോംബുകൾ ഉണ്ടാക്കാനും മറ്റുള്ള സാധനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, സിവിലിയൻ യൂസിന് മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ പേരിൽ ചൈന അത് റെസ്ട്രിക്ട് ചെയ്തിട്ട് മറ്റുള്ള രാജ്യങ്ങളിലോട്ട് ഇത് കൊടുക്കുന്ന പല രാജ്യങ്ങൾക്കും ചൈന കത്തെഴുതി. അവർ ഡിപ്ലോമാറ്റിക്കലി മറ്റുള്ള രാജ്യങ്ങളോടും പറഞ്ഞു, ഇവരോടും പറഞ്ഞു, നിങ്ങളും ഈ സാധനം അമേരിക്കയ്ക്ക് കൊടുക്കരുത്. അതേപോലെ തന്നെ ഇന്ത്യക്കും, കാരണം ഇന്ത്യയും ഈ പറയുന്ന റെയർ എർത്ത് മെറ്റൽസ്, അതായത് സ്ട്രോങ് മാഗ്നറ്റ് വാങ്ങുന്നത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയിൽ നിന്നാണ്. അവർ തരാതിരുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിക്കൽ കാർ മാനുഫാക്ചറിങ് മറ്റുള്ള പലതിനകത്ത് കുറവുണ്ടായി. അതെല്ലാം സത്യമാണ്. എല്ലാത്തിനും ഈ സാധനം വേണം ഇപ്പോഴും. ഇപ്പം ഇന്ത്യക്ക് അവർ ഇൻഫോം ചെയ്തു, ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന ഈ സാധനം അത് ഇവിടെ വന്നിട്ട് അത് റീഎക്സ്പോർട്ട് അമേരിക്കയിലോട്ട് ചെയ്യരുത്. അതായത് ഇവർ തമ്മിലുള്ള അടി നല്ല ശക്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്.
അപ്പം ഇത് മുന്നോട്ട് പോകുമ്പോൾ, അതായത് ഇത്രയും നാളും ഗാലറിയിൽ ഇരുന്ന് സന്തോഷിച്ച ചൈനയ്ക്ക് ഇപ്പം അമേരിക്കൻ ടാരിഫ് ഏകദേശം 450-500 ബില്യണോളം ചൈനയുടെ സാധനങ്ങൾ അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയൊരു ട്രേഡ് പാർട്ട്ണറാണ്. അതായത് മെക്സിക്കോ, കാനഡയെ കഴിഞ്ഞ ഏറ്റവും വലിയ സംഭവം ചൈനയാണ്. അപ്പം നമ്മളിപ്പോൾ അമേരിക്കൻ സ്റ്റോറുകളിലും ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ ചൈനീസ് സാധനം കാണാം. ഇന്ത്യയുടെ, അതാണ് ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ 1.2% ഇന്ത്യൻ സാധനമേ ഉള്ളൂ. ബാക്കി ഏറ്റവും കൂടുതൽ ചൈനയും മറ്റുള്ള രാജ്യങ്ങളൊക്കെയാണ്. അപ്പം ഇത് കൂടുതലായിട്ട് അടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യൻ എക്സ്പോർട്ടിന് ഇത് നല്ല രീതിയിലുള്ളൊരു ബൂം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പോൾ അമേരിക്കൻ ഈ ടാരിഫായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് മാനതയാണ് നമ്മുടെ ഏകദേശം 3-4% കഴിഞ്ഞ 1 മാസം 2 മാസം കൊണ്ട് കുറഞ്ഞിരിക്കുന്നത്. അതെല്ലാം അതിൻ്റെ കണക്കുകളൊക്കെ വരാൻ തുടങ്ങി. മറ്റു പല ഇവിടുത്തെ എക്സ്പോർട്ടേഴ്സ് ചെയ്യുന്ന ദുബായിലോട്ടും മറ്റുള്ളിടത്തും കൊണ്ടുപോയിട്ട് അവിടുന്ന് അമേരിക്കയിലോട്ട് റീ എക്സ്പോർട്ട് ചെയ്യുക. കാരണം ദുബായി ആയിട്ട് അമേരിക്ക 0 ടാരിഫാണ്. അപ്പം അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ പേരിലൊക്കെയാണ് ഈ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ചൈനയ്ക്ക് ഉണ്ടാകുകയും അതേപോലെ തന്നെ ഈ നവംബറിൽ ഇന്ത്യയുമായിട്ടുള്ള ടാരിഫിൻ്റെയും പ്യുണിറ്ററി ടാരിഫിൻ്റെ റെസിപ്രോക്കൽ ടാരിഫും തീരുമെന്നാണ് ഏകദേശം എല്ലാവരും പറയുന്നത്. ഗവൺമെൻറ് ഈ പറയുന്ന എക്സ്പോർട്ടേഴ്സിനോട് പറയുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ ഇന്ത്യയുടെ GDP-യിൽ 5-6% ഈ ചൈനയുടെ മുകളിലുള്ള ടാരിഫ് നമുക്ക് പ്രയോജനമായി വരാനുള്ള സാധ്യതയുണ്ട്. GDP-യിൽ തന്നെ ഒരു 5-6% ഗ്രോത്ത് നമുക്കുണ്ടാകാൻ, കാരണം എക്സ്പോർട്ട് ഗ്രോത്ത് നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ തൊഴിലവസരം കൂടും, എക്സ്പോർട്ട്. കാരണം നമ്മൾ വളരെ കോമ്പറ്റീറ്റീവായ ചില ഫീൽഡുണ്ട്, ടെക്സ്റ്റൈൽസ്, ഫാർമ, മറ്റുള്ള പല സെക്ടേഴ്സിൽ ചൈനയുമായിട്ട്. അതേപോലെ തന്നെ സ്പെയർ പാർട്സ്, ജൂവലറി, ഈ സാധനം നമ്മളും ചൈനയുമായിട്ട് കട്ടയ്ക്കാണ് പോകുന്നത്. ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനൊരു സംഭവം വരുമ്പോൾ ഇന്ത്യൻ എക്സ്പോർട്ടിനെ അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ വീണ്ടും അമേരിക്കൻ ട്രേഡുമായിട്ടും അതേപോലെ തന്നെ അമേരിക്ക ഇതേപോലെ ട്രേഡ് സാങ്ഷൻ, അതായത് സാങ്ഷൻ അല്ല ടാരിഫ് ചൈനയ്ക്ക് മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് ബാധിക്കാനുള്ള സാധ്യത. കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഉക്രൈൻ, അമേരിക്ക, റഷ്യയുമായിട്ടുള്ള വെപ്പൺസിനകത്ത് അവർ പണം കൊടുത്ത് വാങ്ങി അമേരിക്കയുടെ നിന്ന് മേടിച്ചിട്ടാണ് ഉക്രൈന് കൊടുക്കുന്നത്. കാരണം ഇവരിത് അമേരിക്കയ്ക്ക് ഈ പറയുന്ന റയർ എർത്ത് മെറ്റൽസ് കൊടുത്തില്ലെങ്കിലും ഇത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇത് ബേസിക്കലി ചൈനയുമായിട്ടുള്ള വെസ്റ്റേൺ രാജ്യങ്ങളുടെ ബിസിനസ്സിനെയും അവരുടെ ട്രേഡിനെയും ബാധിക്കും. കാരണം ഇവ എല്ലാ രാജ്യങ്ങളുടെയും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ സെക്യൂരിറ്റിയാണ്. റഷ്യ ഉക്രൈൻ വാറാണ് ഈ യൂറോപ്പിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത്. അപ്പം ആ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ട്രംപിൻ്റെ നവംബർ 1 മുതലുള്ള ഈ അനൗൺസ്മെൻറ്റ് ചൈനയ്ക്ക് മുകളിലുള്ള 100% ടാരിഫും, അതേപോലെ ചൈന മറ്റുള്ള രാജ്യങ്ങളോട്, ഇന്ത്യ ഉൾപ്പെടെ റെയർ എർത്ത് മെറ്റൽസ് വാങ്ങുന്ന രാജ്യങ്ങളോട് ചൈന പറഞ്ഞിട്ടുണ്ട്, അവരോടും പറഞ്ഞത് അമേരിക്കയിലോട്ട് റീ എക്സ്പോർട്ട് ചെയ്യരുത്. അതായത് ഇവർ തമ്മിലുള്ള മീറ്റിംഗ് നടക്കാൻ പോവുകയായിരുന്നു സിയോളിൽ വെച്ച്, അതായത് കൊറിയയിൽ വെച്ച്. അതും ടെമ്പററി ക്യാൻസലായി. അതായത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്, ജിയോ പൊളിറ്റിക്സിൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സാധനം എപ്പോഴും ഒരേപോലെ പോവുകയൊന്നുമില്ല. ഇങ്ങോട്ടും അങ്ങോട്ടും ഈ ട്രേഡും ബിസിനസ്സും പൊളിറ്റിക്സും എല്ലാം ഇത് മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കൊരു വലിയ അവസരമാണ് ഇതിൻ്റെ അത് വന്നിരിക്കുന്നത്. അതായത് ചൈന ഇന്ത്യയുമായിട്ട് ട്രേഡ്, ചൈന ചെയ്തൊരു പരിപാടി കാണുന്നത് ഏറ്റവും തമാശ. അതായത് ഷ്രിംപ്, അതായത് ചെമ്മീൻ നമ്മൾ അമേരിക്കയിലോട്ടാണ് ഏറ്റവും കൂടുതൽ കയറ്റുന്നത്, പിന്നെ പോകുന്ന ചൈനയിലോട്ടാണ്. ഈ അമേരിക്ക ഇത് വേണ്ട എന്ന് പറഞ്ഞ ടാരിഫായിട്ട് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പം ചൈനയിലോട്ട് പോകുന്ന ഷ്രിംപ്, നമ്മളീ പറയുന്ന ഡയറക്റ്റും പോകുന്ന വിയറ്റ്നാം ത്രൂ പോകുന്നുണ്ട്. ഈ ചൈന ചെയ്ത പരിപാടി പെട്ടെന്ന് ഇതിൻ്റെ വില അങ്ങ് കുറച്ചു. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാളും വില കുറച്ച രീതിയിൽ അത് അവർ പലയിടത്തും ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി ഈ സാധനം പോയില്ലെങ്കിൽ ഇത് പെരിഷബിൾ ഐറ്റമാണ്. അത്രമാത്രം ട്രേഡ് കാര്യത്തിൽ ഇന്ത്യക്ക് ഒരു കാരണവശാലും ചൈനയെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല. ഇപ്പം ചൈന പറഞ്ഞു ഇന്ത്യയുടെ ഫാർമ സെക്ടറിൻ്റെ അകത്ത് മെഡിസിൻസ് വാങ്ങാൻ തയ്യാറാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ബേസിക്കലി ഇതേ മെഡിസിൻ ചൈനയിൽ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്
ഇന്ത്യയായിട്ട് 2 ഇരട്ടിയാവും. കാരണം ചൈനയിലെ ലേബറും മറ്റുള്ള ചാർജുകളും വളരെ കൂടുതലാണ്. നേരത്തെയുള്ള ചൈനയല്ല ഇപ്പോഴും. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ചൈനയ്ക്ക് ഇത്രമാത്രം ഇപ്പം ആ പഴയ രീതിയിൽ അത് മാനുഫാക്ചർ ചെയ്ത് അവരുടെ രാജ്യത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാമ്പത്തിക പ്രശ്നമുണ്ട്. സാമ്പത്തിക പ്രശ്നമല്ല, അത് വില കൂടുതലാണ്. പക്ഷെ ചൈന ഒരു റിലയബിൾ ഇന്ത്യയുടെ ട്രേഡ് പാർട്ട്ണർ അല്ല. ഒത്തിരി തെളിവുകളുണ്ട്. ചൈന തന്നെ ഈ ഗാൽവാൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്രിട്ടിക്കലായിട്ട് കിട്ടുന്ന പല സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളൊന്നും തന്നില്ല. ഇപ്പം നമ്മുടെ ഹൈവേക്കകത്ത് പ്രശ്നമുണ്ടായിരുന്നത് എല്ലായിടത്തും ഇടിഞ്ഞു പോകുന്ന നമ്മുടെ ടണല്. കാരണം അവർ തന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജി, അവർ തന്ന ഈ ബോറിംഗ് മെഷീനും ഒരു കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നിർത്തലാക്കി. ഇതിൻ്റെ പേരിലാണ്, കാരണം ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിനെ പോലും എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ചൈനയാക്കുന്നത്. അപ്പോൾ ചൈനയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡിമാൻഡ് ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ഇന്ത്യയും ചൈനയുമായിട്ട് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇഷ്യൂ, ബോർഡർ ഡിസ്പ്യൂട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ട്രേഡിനെ ബാധിക്കരുത്. കാരണം ചൈനയ്ക്ക് നമ്പർ 1 ട്രേഡാണ്. കാരണം ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഹ്യൂജ് ട്രേഡാണ്. ഇന്ത്യക്ക് വലിയ സ്വാധീനം. ഇന്ത്യ ഏകദേശം 20-21 ബില്യനെ ചൈനയിലോട്ട് പോകുന്നത്. അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ചൈനീസ് സാധനങ്ങൾ ഇന്ത്യയെ കൊണ്ട് ഡംപ് ചെയ്യുന്നത്. അതുമാത്രമൊന്നുമല്ല, ചില സാധനങ്ങളൊക്കെ ഏഷ്യൻ കൺട്രീസ് ത്രൂ അത് റീ എക്സ്പോർട്ട് ചെയ്ത് ഇന്ത്യ വരുന്നുണ്ട്. ഇപ്പം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ റീ എക്സ്പോർട്ട് ചെയ്യുന്ന പല ചൈനീസ് സാധനങ്ങളും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി. കാരണം ഇന്ത്യ ഡിപ്ലോമാറ്റിക്കലി മറ്റുള്ള രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് പല ഇളവുകളും കൊടുത്തത്. അതെല്ലാം ആ റൂട്ടെല്ലാം ചൈന കംപ്ലീറ്റ് റൂട്ട് ഉപയോഗിക്കുകയാണ്. പലയിടത്തും മെയ്ഡ് ഇൻ ഇതൊക്കെ ചൈനീസ് സാധനമാണ് കയറി വരുന്നത്. അപ്പം അതിനും റെസ്ട്രിക്ഷൻ ഉണ്ടാകാൻ പോവുകയാണ്. ഏതായാലും ഈ ജിയോ പൊളിറ്റിക്സിൽ ചൈനയും അമേരിക്കയും നമ്മൾ ഉടക്കം ഉണ്ടാകുന്നിടത്തോളം, ഞാൻ പറയുന്നത് ഇവർ ഉടക്കം ഉണ്ടാകുന്നത് ഇന്ത്യക്കാണ് ഇതിൻ്റെ പ്രയോജനം. ചൈനയിൽ ഇരുന്ന് ഗാലറി ഇരുന്ന് കളി കാണുകയായിരുന്നു ചൈനയുടെ സന്തോഷം പെട്ടെന്ന് അങ്ങ് പറയാം. കാരണം അമേരിക്ക ചൈനയോട് പറഞ്ഞു, അമേരിക്ക ചൈന കൊടുക്കുന്ന ക്രിട്ടിക്കലായിട്ടുള്ള സോഫ്റ്റ്വെയറും അതേപോലെ ടെക്നോളജി പോലും അമേരിക്കയ്ക്ക് വേണ്ട എന്ന് വെക്കും. അതിൻ്റെ മുകളിലും ടാരിഫ് വരും. അതായത് പിന്നീട് ഈ ചൈനീസ് സാധനങ്ങൾ അമേരിക്ക കയറാൻ വലിയ പാടായിരിക്കും. അതേപോലെ തന്നെ മൊബൈൽ, മറ്റുള്ള സാധനങ്ങൾ, ഇതൊക്കെ ഇന്ത്യക്കാണ് കൂടുതൽ വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത്, മൾട്ടിപ്പിൾ ലെവൽ. ഏതായാലും ഇത് ഫർദറായിട്ട് ചൈനയും അമേരിക്കയുമുള്ള ട്രേഡ് മുന്നോട്ട് പോകുന്നിടത്തോളം കാലം ഇന്ത്യക്ക് തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഏറ്റവും വലിയ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത്.